ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ വെഡ്ഡിങ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മളെ വെഡ്ഡിങ്ങിൻ്റെ ഫൈനൽ പാർട്ടാണ്. അങ്ങനെ ഞങ്ങൾ അറബിക് ഡാൻസ് കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ട് ബ്രൈഡിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ബ്രൈഡിൻ്റെ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. പക്ഷേ അവിടെ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായി. തിരിച്ചു പോയാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അവർ നമ്മളെ കണ്ടുപിടിച്ച് പിന്നെ കയറാതെ രക്ഷയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കയറി. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. അങ്ങനെ നമ്മൾ കാത്തിരുന്ന വെഡ്ഡിങ് ഡേ ആയി. ചെക്കൻ്റെ ഫ്രണ്ട്സ് മാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് ചെക്കനെ ചെറിയൊരു ടച്ചപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ നേരെ ഹാളിൽ നിക്കാഹിന് വേണ്ടി പോവാൻ. മൊഹബത്തിൽ ഉണർന്നു മലർപ്പനി മുഹമ്മദ് റസൂൽ വരും വഴി മനസ്സിലെ അതൃപ്പമൊരുക്കി നീ ചെക്കൻ്റെ എൻട്രി കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, പെണ്ണിൻ്റെ എൻട്രി കഴിഞ്ഞു. പിന്നെ ഫോട്ടോ സെക്ഷനിലേക്ക് കല്യാണ പരിപാടി ഇങ്ങനെ ഫോട്ടോ സെക്ഷനിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ഫോട്ടോ സെക്ഷനൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ ഇതാണ് കേട്ടോ നീതുവിൻ്റെ ഉമ്മയും ഉപ്പയും ബ്രദറും. അങ്ങനെ പിന്നെ കല്യാണം ഫുള്ള് റിലേറ്റീവ്സും ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും വരലും പോവലും അങ്ങനെയൊക്കെ പരിപാടി ഫുൾ ഓണായി. പിന്നെ അധികമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ നമ്മളെ വീട്ടിൽ വെച്ച് റിസപ്ഷനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുതിയ കപ്പിൾസിനുള്ള പണിയൊക്കെ തുടങ്ങി. ആദ്യം അവരെ കൊണ്ട് പാട്ട് പാടിച്ചു. പിന്നെ അടുത്ത പണിയിലേക്ക് കടന്നു. മധുരം കൂട്ടി കടുപ്പം കൂട്ടി എനിക്ക് നല്ലൊരു മീഡിയം മധുരത്തില് ഒരു നല്ല ഇടയിൽ ഞങ്ങൾക്കും ചെറുതായിട്ടൊരു പണിയൊക്കെ കിട്ടി. അങ്ങനെ ഈ പറഞ്ഞ ഓർഡർ ചെയ്ത സാധനം മുഴുവൻ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ കിച്ചണിലേക്ക് പോയി. ചായയും മുട്ടയും ഓംലെറ്റും എല്ലാം ഉണ്ടാക്കി അടുക്കള ഫുള്ള് നിറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഗെയിമിലേക്ക് കടന്ന് മണവാട്ടിൻ്റെ കണ്ണ് കിട്ടിയിട്ട് അമ്മായിയമ്മൻ്റെ കൈ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം മാവിമാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരെ കൈ വെച്ചുകൊടുത്ത് ഉമ്മച്ചിൻ്റെ കൈ വെച്ചുകൊടുത്ത്
അങ്ങനെ മൂന്നാമത്തത് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഉമ്മ തന്നെ ആയിരുന്നു, പക്ഷെ ഞങ്ങൾ സമ്മതിച്ചെടുത്തില്ല. അങ്ങനെ കറക്റ്റായിട്ട് ഉമ്മനെ അവൾ ഗസ് ചെയ്തെങ്കിലും ഞങ്ങളത് ശരിയാക്കാൻ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് പാട്ടൊക്കെ ആയി ഞങ്ങൾ ഇവരെ അറയിൽ കയറ്റി. അങ്ങനെ അതോടുകൂടി നമ്മളുടെ കല്യാണാഘോഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിച്ച് അത് കഴിഞ്ഞ് കുറച്ചൊരു പടക്കത്തിൻ്റെ ആഘോഷം കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ചെയ്തത്. എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല, ജാഫർക്ക് തന്നെയായിരുന്നു അന്നത്തെ മെയിൻ. അങ്ങനെ ഞങ്ങൾ അതോടുകൂടി കൊട്ടിക്കലാശം, കല്യാണാഘോഷത്തിൻ്റെ കൊട്ടിക്കലാശം അവിടെ തീർത്തു. പിന്നെ സൽക്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഓണായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കല്യാണ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.